അളിയ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ചെന്നൈയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക. അവിടെ ഞാൻ ഇവിടെ പോയതിനു ശേഷം എനിക്കത് കറക്റ്റ് അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ കാര്യമാണ് കണ്ട ഈ ഒരു ടോയ് ട്രെയിനാണ്. ഇത് കണ്ടേരേ എൻ്റെ മൂഡ് പോയി. പണ്ട് ഞാൻ ഇത് കയറാൻ വേണ്ടി അങ്ങ് ഊട്ടി വരെ ഒറ്റക്ക് പോയൊരു കഥയുണ്ടായിരുന്നു. അങ്ങനെ ആ കഥ ആലോചിച്ച് ഒരു 5 മിനിറ്റ് നിൽക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഈ സാധനം കാണുന്നത്. ഇവിടെ സീൻ സാധനം എന്നാ പറയാണ്ട്. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ സാധനം ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പക്ഷെ ആ സാധനം എക്സ്പീരിയൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ വെച്ച് എൻ്റെ ക്യാമറ അടിച്ചു പോയി. കാരണം വേറൊന്നും കൊണ്ടല്ല, അവിടെ നടക്കുമ്പോഴത്തേക്ക് ക്യാമറക്കെല്ലാം കൂടി ഒരു പുകമയോ. ഞാൻ കുറേ ഊതിയും തുടച്ചെല്ലാം നോക്കുമ്പോഴത്തേക്ക് ക്യാമറ റെഡിയായി. അങ്ങനെ അതും കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോഴത്തേക്കാണ് മേലെ കൂടി ഈ സാധനം പോകുന്നത്. ഇതിൻ്റെ ഉറവിടം നോക്കി ഞാൻ കുറേ നടന്നെങ്കിലും എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇതുപോലെ തന്നെ ഒരു കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആക്ടിവിറ്റി, ഞാൻ ഇതിൽ എന്തായാലും കയറാൻ പറ്റുന്നതാണ് ഈ ബേർഡ് ഫീഡിങ്ങിൻ്റെ. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ 500 രൂപ കൊടുക്കണം. ഞാൻ എന്തായാലും കയറാന്ന് വെച്ചു. സ്പോട്ടിലാണ് വരുന്നത്. ചങ്ങായി പറയുന്നത് നമ്മൾ ഏകപ്പെട്ട കിളികളെ പത്തിരിക്കുന്നത് നമ്മൾ ഇതിൽ പൈസ കൊടുത്ത് കയറണം. അപ്പം ഞാൻ ആലോചിച്ചു നോക്കി, അത് ശരിയാണല്ലോ. അപ്പം പിന്നെ ആ മൂടങ്ങ് പോയിട്ടുണ്ടെങ്കിലും ആ പാർക്ക് എന്ന് പറയുന്ന സീൻ പാർക്കാണ്. ഇവിടെ ഏക്കർ കണക്കിന് ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ അത്യാവശ്യം സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കൂടിയല്ല ഒറ്റക്കാണെങ്കിലും ഞാൻ നല്ല വൈബ് അടിച്ച് നടന്നു. ഇത്രയും റഷായ സിറ്റിൻ്റെ അകത്ത് ഇത്രയും നല്ല കാമൻ കോയിട്ടായിട്ടുള്ള സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ കണ്ട സാധനം എല്ലാം കണ്ട് ഞാൻ മുമ്പോട്ട് അടുക്കുമ്പോഴാണ് ഞാൻ ഏറുമാടം കണ്ട. ഓടിപ്പാഞ്ഞ് കയറാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ആടെ നല്ല വൃത്തിക്ക് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ 5 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് കയറാൻ പറ്റുമോ. അങ്ങനെ ആടെയുള്ള വെള്ളച്ചാട്ടമെല്ലാം കണ്ട് ഞാൻ നേരെ വേറെ കേക്ക് പോയി. ഈ സ്ഥലം ഇടിയാന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ.